ഇപ്പോൾ ജയിലിൽ കണ്ടതെന്ന് വെച്ചാൽ പിന്നെ അക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകളെയാണ് ജയിലിൽ കിടക്കുകയാണ്. പിന്നെ വ്യാപകമായിട്ട് വടകരയിൽ പ്രത്യേകിച്ച്, പിന്നെ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായിട്ട് പിന്നെ CPM പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ ചാർജ് ഉണ്ടായിരുന്നത് ആഭ്യന്തരമന്ത്രിയുടെ മരുമകനും പിന്നെ ആയിട്ടുള്ള റിയാസിനാണ്. അതിൻ്റെ ഒരു പ്രതികാര ബുദ്ധിയാണ് വ്യാപകമായി പിന്നെ UDF പ്രവർത്തകന്മാർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ട് അവരെ ജയിലിലടക്കുന്നു. അതിനകത്ത് ഒരു നീതി പോലും ഇല്ലാതെ ഞാനിപ്പോൾ പോയി കണ്ടിരിക്കുന്ന 4 പേരിൽ 2 പേര് മാരകമായ പരിക്കുകളാണ്. ഒരാളുടെ കൈ പിന്നെ പൊട്ടിയിട്ട് പിന്നെ ഡ്രസ്സ് ചെയ്തിട്ട് പ്ലാസ്റ്ററോട് കൂടിയാണ് അദ്ദേഹം പിന്നെ ആശുപത്രിയിൽ കിടക്കുന്നത്. മറ്റു 2 പേരുടെ ഷോൾഡറിൽ ഇപ്പോഴും പരിക്കുകളുണ്ട്. പ്രാഥമികമായിട്ട് കൊടുക്കേണ്ടുന്ന ചികിത്സ പോലും നിഷേധിച്ചിട്ടാണ് അവരെ ഇപ്പോൾ ജയിലിൽ കടത്തിയിരിക്കുന്നത്. പിന്നെ 2 ഭാഗത്ത് വളരെ മാരകമായ പരിക്കുകൾ പിന്നെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്കുണ്ട്. അത് പോയി കണ്ടാൽ, നിങ്ങൾ പത്രക്കാർ കണ്ടാലും വളരെ പിന്നെ ഉള്ളിൽ പോയിട്ട് സ്കാൻ ചെയ്യേണ്ട കേസൊന്നുമല്ല. പൊട്ടിക്കിടക്കാണ്, പരിക്ക് പുറത്തുണ്ട്. എല്ലായിടത്തും പിന്നെ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് മുന്നോടിയായിട്ട് പിന്നെ അത് ഏറ്റുവാങ്ങുന്നതിന് മുന്നോടിയായിട്ട് വ്യാപകമായിട്ടുള്ള കേസുകൾ എടുത്തിരിക്കുന്നത്. ഏകപക്ഷീയമായിട്ടുള്ളതാണ് ഈ കേസുകളിൽ മുഴുവൻ. ഇന്നലെ പിന്നെ നിങ്ങൾക്കറിയാലോ, പിന്നെ കാസർഗോഡ് ഒരു പിന്നെ SI ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് മാനസിക സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം എന്താണെന്ന് വ്യക്തമായതാണ്. UDF പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ ഉണ്ടായ പ്രഷർ, അദ്ദേഹം പ്രാഥമികമായ പരിശോധന നടത്തി നോക്കുമ്പോൾ കേസെടുക്കേണ്ടുന്ന ഒന്നല്ല, പക്ഷേ കേസെടുക്കണമെന്ന് അതിശക്തമായിട്ടുള്ള പ്രഷർ ഉണ്ടായി. അതിൻ്റെ പേരിൽ അത് സഹിക്കവയ്യാതെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അത്രമേൽ അപകടകരമായിട്ടുള്ള ഏകപക്ഷീയമായ രാഷ്ട്രീയ ആക്രമണമാണ് CPMന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ വടകര സത്യത്തിൽ സിംബോളിക്കായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിക് വർക്കിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം CPM ഏറ്റെടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വടകരയിലെ ലീഗിന്റെ കൊടി കാണുമ്പോൾ എന്താണ് ഹാലളകുന്ന CPM തന്നെ ഒരു ഭാഗത്താണെങ്കിൽ, ഇതേ വർഗീയതയാണ് നോർത്ത് ഇന്ത്യയിൽ പിന്നെ പച്ചക്കൊടി കാണുമ്പോൾ അവിടുത്തെ RSSകാരനുണ്ടാവുന്നത്. നോർത്ത് ഇന്ത്യയിലെ RSSകാരന്റെ മനോവ്യാകൃതത്തെ അതേ രൂപത്തിൽ കേരളത്തിൽ ഏറ്റെടുക്കുന്നത് CPM ആണ്. അവിടെ എന്താണോ ഇസ്ലാമോഫോബിക്ക് അതിന്റെ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ അതിന്റെ ഡ്യൂട്ടി കേരളത്തിൽ നിർവഹിക്കുന്നത് CPM ആണ്. വേണമെങ്കിൽ ഞാനത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ കേരളത്തിലെ CPMന്റെ ലീഡർഷിപ്പ് നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഇസ്ലാമോഫോബിക് ഡയലോഗുകൾ, അതിൻ്റെ ഒരു സീരീസ് ഓഫ് ഡയലോഗ്സ് ഉണ്ട്. 1, 2 ഒന്നല്ല. പിന്നെ വിജയരാഘവനിൽ നിന്ന് തുടങ്ങി പിന്നെ എളമരം കരീം വരെ പിന്നെ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്ന പിന്നെ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ പിന്നെ തീവ്രവാദം പരത്താൻ പോവാണ്. NRCയിൽ സമരം നടത്തിയതാണ്. അത് JNUവിൽ സമരം നടത്തിയ പിന്നെ വടകരയിലെ പെൺകുട്ടികളെ കുറിച്ചാണ് പിന്നെ എളമരം കരീം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഡയലോഗുകൾ ഇതിന്റെ കൂടെ ഭാഗമാണ് വടകരയിലെ പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വർഗീയ പ്രചാരണങ്ങളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഒരു കാര്യം, ഞാൻ ഇന്നലെ കാസർഗോഡായിരുന്നു. കാസർഗോഡ് തളങ്കരയിലേക്ക് പൊട്ടുമായ്ച്ചു പോകുന്ന ഉണ്ണിത്താൻ എന്തിന്? മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങാൻ. യഥാർത്ഥത്തിൽ ഉണ്ണിത്താനെ ഉണ്ണിച്ചാന്ന് വിളിക്കുന്ന ആളുകളാണ് കാസർഗോട്ടുകാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പൊട്ടുമായ്ച്ചു പോയാലേ തളങ്കരക്കാർ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്നത് അപമാനിക്കുന്നത് ഉണ്ണിത്താനെ അല്ല, പിന്നെ തളങ്കരക്കാരെയാണ്. ഒട്ട് മായ്ച്ചു പോകേണ്ടി വരുന്നു എന്ന് വിഷ്വൽ സീരീസാണ് അവർ പിന്നെ അവിടെ വളരെ സീരിയസ് ആയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു സാധനം. അത് ഇടയ്ക്ക് പിൻവലിക്കേണ്ടി വന്നപ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഒരു വർഗീയത CPM ഏറ്റെടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രനും BJPക്കാരും RSSകാരും ഒക്കെ പകച്ചു നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ്. മാക്സിമം CPM തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് എന്താ റോൾ എന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ BJPക്കാരുടെ ഇപ്പോഴത്തെ രോദനം. ആ ഉത്തരവാദിത്തമാണ് CPM ഏറ്റെടുത്തിരിക്കുന്നത്. ഷാജി നേരത്തെ വിഷമാണ്, ഇപ്പൊ ഷാഫിയും കൂടി വിഷമായി. അതെ, ഞാൻ പിന്നെ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന രസമുള്ളൊരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, കാഫിറെ നീ എന്താണ് വൈകിയത്, സിറാത്തിന്റെ പാലം നേരത്തെ വന്നല്ലോ എന്നാണ്. ആ സിറാത്തിന്റെ പാലത്തിന്റെ ആൾ ഞാനാണ്. ഞാൻ സിറാത്ത് പാലം പിന്നെ ഞാൻ ഒരു വിശ്വാസി ആയതുകൊണ്ട് സിറാത്ത് പാലം എന്നേ പറയുള്ളൂ. മീഡിയക്കാരോട് ഞാൻ പറയാം, സിറാത്ത് പാലം എന്നാ പറയാ. സിറാത്തിന്റെ പാലം എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു സ്ഥിരം എന്താ നമ്മളെ ഊരാലുങ്കലിന്റെ പാലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പാലം ഇസ്ലാമിലില്ല. സിറാത്ത് പാലം എന്ന ഇസ്ലാമിലുള്ളൂ, സിറാത്തിന്റെ പാലം എന്നില്ല. അത് ഒരു വിശ്വാസിക്കറിയാം. ഈ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതറിയില്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതിയത്. അതുപോലെയാണ് കാഫിർ എന്ന് പറയുന്ന പ്രയോഗം. നിങ്ങൾക്ക് എഴുത്തും വായനക്കുള്ള ആളുകളല്ലേ, നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിൽ വന്നിട്ടുള്ള നാടകങ്ങൾ, സിനിമകൾ,
ഒക്കെ ലെഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിലാണ് ഈ കാഫർ എന്ന് പറയുന്ന വിളിയുള്ളത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു വയലിൽ എത്രയോ വയലുകൾ നടക്കുന്നുണ്ട്, മതപ്രബോധനങ്ങൾ നടക്കുന്നുണ്ട്, പ്രസംഗങ്ങളുണ്ട്. അതിലൊരു വിശ്വാസി അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് എൻ്റെ ഓർമ്മയിലില്ല, ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ കേട്ടിട്ടില്ല. ഇത് ഏറ്റവും മിനിമം CPM-കാർ കരീമിനോടൊന്നും അല്ലാത്ത മുസ്ലിങ്ങളും അതിനകത്ത് ഉണ്ടാവും, പെട്ടുപോയ ഏതെങ്കിലുമൊക്കെ. പിന്നെ ഉമർ ഫൈസിനെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും, എന്ത് അങ്ങനെ പറയലില്ല മുസ്ലിങ്ങൾ, സിറാത്തിന്റെ പാലല്ല. അപ്പോൾ ഈ നോട്ടീസൊക്കെ അടിക്കുന്നതിന് മുമ്പ് CPM-കാർ ദയവ് ചെയ്തിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഏതെങ്കിലും വിശ്വാസികളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുന്നതാവും നന്നാവുക. അല്ലാതെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയണത്. അതിന്റെ ഭാഗമാണ് ഷാഫി വേഷം എന്നൊക്കെ പറയുന്നത് റഹീമാണ്. റഹീം പിന്നെ ഏതർത്ഥത്തിലാണ് അത്? അപ്പോൾ റഹീമിനെ പോലത്തെ ചാവേറുകളെയാണ് CPM അതിനുവേണ്ടി ഉപയോഗിക്കുക. കാരണം അവന്റെ പേര് റഹീമാണ്. ഇതെന്തൊരു അപകടമാണ്. ഒരു പേര് പിന്നെ എൻ്റെ പേരിൽ വടകരയിൽ പിന്നെ ഉണ്ണിത്താൻ വടകരയിൽ പിന്നെ മുരളി വരുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളുടെ പിന്നെ അതിന് മുമ്പ് പിന്നെ നമ്മുടെ നേതാവ് മുല്ലപ്പള്ളി മത്സരിക്കുമ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്തൊരു വികാരം ഷാഫി വരുമ്പോൾ ഉണ്ടാവുന്നു. ഇതിലൊരു രസമുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത് പറയുന്നത് എന്താ വെച്ചാൽ, പിന്നെ രാഹുൽ ഗാന്ധി വരുമ്പോൾ പച്ചക്കൊടി ഉയർത്തിയില്ല, ലീഗുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ്. വടകരയിൽ പറയുന്നു ലീഗുകാർ മുഴുവൻ കൊടി ഉയർത്തിക്കുന്നു, കോൺഗ്രസ്സുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ്. എന്ത് തരം രാഷ്ട്രീയമാണ്? 1 കിലോമീറ്ററിനകത്താണ് ഈ വൈരുദ്ധ്യം ഇവർ പറയുന്നത്. ഈ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-നെ പിന്തുണച്ചുകൊണ്ട് സമസ്തയുടെ മുഷാവർ അംഗം ഉമർ ഫൈസി തുടർച്ചയായി നടന്ന പ്രതികരണങ്ങൾ, അതിനെതിരെ MSF-ന്റെ നേതാവ് CK നജാഫ് ഒരു വിമർശനമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇലക്ഷനിൽ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനെങ്ങനെ നോക്കുകയാണ്? അദ്ദേഹം ഒരു പണ്ഡിത സഭയിലെ അംഗമാണ്. ഞാനതൊന്നും നോക്കി കാണുന്നില്ല, ഞാൻ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ കുറേ തരത്തിലുള്ള അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളെയൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വീഴുന്നില്ല. ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത് ശരിയാണോ? ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് മാത്രമേ ഇടപെടുള്ളൂ, ഒരാളെ ഞങ്ങൾ സംഭവിക്കില്ല. ഇപ്പോൾ പിന്നെ മുസ്ലിം ലീഗിന്റെ പിന്നെ സെക്രട്ടറിനെ പിന്നെ മാറ്റണോ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരാവണോ, അതിനൊരു കൗൺസിൽ ഉണ്ട്. അത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്നതാണ്. അത് പാർട്ടി പ്രവർത്തകരാണ് തീരുമാനിക്കുന്നത്. പുറത്തുള്ളവർക്ക് അഭിപ്രായം പറയാം, അത് അഭിപ്രായമായിട്ട് മാത്രമേ എടുക്കുള്ളൂ, കാര്യമായിട്ട് നിർക്കില്ല. അല്ല, CPM-ന് അവരുടെ ഉപദേശം എടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ അവരുടെ അനുഭവം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് അവർ വിളിച്ച പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ചോദിക്കുക, പിന്നെ സിറാത്തിന്റെ പാലാണോ അതല്ല സിറാത്ത് പാലാണോ, കാഫർ എന്ന് പറയുന്നതിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്, അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അവരോടൊക്കെ ചോദിക്കാം. കാരണം ഉപദേശം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾ വരുന്നില്ല. അത് വോട്ടെണ്ണീറ്റ് തീരുമാനിക്കാം. നമുക്ക് മെജോറിറ്റി എവിടെ ഉണ്ട്, പിന്നെ ന്യൂനപക്ഷം എവിടെ ഉണ്ടെന്നൊക്കെ നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. ഹരിത നേതാക്കളെ തിരിച്ചെടുത്ത സംഭവത്തിലെ കഴിഞ്ഞ ദിവസം ലീഗിന്റെ വനിതാ നേതാവായിട്ടുള്ള നൂർബിന റഷീദ് ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മാപ്പ് എഴുതി കൊടുത്താണ് അവർ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. അതൊരു ചർച്ചയായിരുന്നു. എങ്ങനെ മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് അവർ? അല്ല, അതൊക്കെ ഈ വ്യക്തിപരമായിട്ട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അഭിപ്രായം പറയണമെന്നില്ല. ഇല്ല, എനിക്ക് പാർട്ടിയുടെ അറിയില്ല. ഞാൻ സത്യത്തിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പ്രസ് റിലീസിൽ ഖേദം പ്രകടിപ്പിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ശരി. പത്രത്തിൽ ചന്ദ്രിക എന്ന് പറയുന്നത് പാർട്ടിയുടെ വേറെ നിങ്ങളൊക്കെ പത്രം നടത്തുന്ന പോലെ പിന്നെ പുറത്തുള്ള മുതലാളി ആരാണെന്ന് തിരിച്ചറിയാത്ത പത്രമല്ലല്ലോ ചന്ദ്രിക. അതിന്റെ മുതലാളിയും അതിന്റെ മുടക്കു മുതലൊക്കെ ലീഗാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ വരുന്നത് ലീഗിന്റെ വാർത്തയായിരിക്കും. അറിയില്ലല്ലോ, ഇവർ വരുന്ന ചന്ദ്രികയിൽ അങ്ങനെ വന്നില്ല. അപ്പൊ അതായിരിക്കും ശരി. പാർട്ടി ജനസംഘടന PMA സലാമിന് ഉൾപ്പെടെ ഇവരെ പരസ്യമായി വിമർശനം നടത്തിയ ആളുകളാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവരെ തിരിച്ചെടുക്കുന്നത്. അല്ല, ഇതൊക്കെ ലീഗിനകത്തുള്ള ആളുകളല്ല വിമർശിച്ചത്, ലീഗല്ലേ അവരെടുത്തത്. അപ്പൊ തീർന്നല്ലോ. താലിബാൻ ലീഗ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഇവരുടെ ഈ പ്രചാരണം കൊണ്ട് അത് നിങ്ങൾ എത്ര മെനക്കെട്ടാലും അതിനകത്തിന്റെ ഒരു കമന്റ് കിട്ടൂല. അത്രേ ഉള്ളൂ. ഓക്കെ താങ്ക് യു.